വടക്കുംനാഥനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 6-7 ദിവസം ആഘോഷത്തിൻ്റെതായിരുന്നു. നിശ്ചയമായും വടക്കുംനാഥനെ പോലെ തൃശ്ശൂരുകാർക്ക് മുഴുവൻ വലിയ സങ്കടമുണ്ട്. കാരണം ഒരു പൂരം കഴിഞ്ഞ ശേഷം ആ ശൂന്യത തൃശ്ശൂരുകാർക്ക് അറിയാവുന്നതാണ്. ഒരു പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ്, അതിന്റെ ആരവങ്ങൾ ഒഴിഞ്ഞ മണ്ണ്, അങ്ങനെയാണ് തൃശ്ശൂർ ഇന്ന് വീണ്ടും പൂരം പോലെ തന്നെയാണ്. ചെറുപൂരങ്ങളായി 14 ജില്ലകളിൽ നിന്നും തൃശ്ശൂർ 13 ജില്ലകളിൽ നിന്നും ഘടകപൂരങ്ങൾ എത്തിച്ചേരുന്നു. എന്നിട്ട് അതൊരു മഹാപൂരമായി മാറുന്നു. അങ്ങനെ രാവില്ല പകലില്ല എന്ന രീതിയിൽ ആളുകൾ ആറാടി നാട്ടുകാരിങ്ങനെ നടക്കുന്നത് കാണാനൊക്കെ വളരെ ചേലുള്ള ഒരു കാഴ്ചയായിരുന്നു. ഇന്നലെയൊക്കെ എന്തായിരുന്നു ആളുകൾ. എനിക്ക് തോന്നുന്നു ഈ പൂരം കണ്ട് പൂരത്തിന് വന്ന അത് അവരിതൊരു പൂരമായിട്ട് തന്നെ അങ്ങോട്ട് ഏറ്റെടുത്ത് നടത്തി. ചന്തമായിരുന്നു, എന്ത് അഴകായിരുന്നു, എന്തൊരു ആരവമായിരുന്നു. ആളുകൾ ഇങ്ങനെ തിളച്ചു മറിയുന്ന ജനങ്ങൾ, പലതരത്തിലുള്ള കലകൾ, വൈവിധ്യമാർന്ന കാഴ്ചകൾ, ഒരേ ഒരു വികാരം കല എന്നൊരു വികാരം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയ ആളുകളും നമ്മുടെ മത്സരാർത്ഥികളെയൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് നിറഞ്ഞ സദസ്സിലാണ് ഓരോ മത്സരങ്ങളും നടന്നത്. അപ്പോൾ നമുക്ക് നിസ്സംശയം പറയാം, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം അത് തൃശ്ശൂർ തന്നെ. തൃശ്ശൂർ അതിനെ നെഞ്ചേറ്റി കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഇതിന്റെ പരിസമാപ്തി എന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. പക്ഷെ അതിന്റെ ഔപചാരികമായ പരിസമാപ്തി അതിനെക്കുറിച്ച് പറയാൻ നമ്മോടൊപ്പം ഇപ്പോൾ ഒരാളുണ്ട്. നടരാജ് പരശുരാമനെ വിളിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ വേദികളിൽ ഉടനീളം നടന്ന് കാര്യങ്ങളൊക്കെ കണ്ട് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ കലയിൽ അലിഞ്ഞ് ഉത്സവത്തിൽ ആറാടിയ ഒരു മനുഷ്യനാണ് നടരാജ്. യെസ് നടരാജ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ കുറെ 5 ദിവസം 5ാമത്തെ പകലാണ്. ഈ ദിവസങ്ങളൊക്കെ നമുക്ക് ഒന്നേ പറയാനുണ്ടോ, ഏത് വേദിയിലാണ് പോകേണ്ടത്, ഏത് മത്സരമാണ് കാണേണ്ടത്. അപ്പൊ അത് പറയുന്നത് നമ്മൾ ഇന്നത്തോടുകൂടെ നിർത്തുകയാണ് കേട്ടോ. വലിയ വിഷമമുണ്ട്. എന്നാലും നടരാജ്, എങ്ങനെ ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ 5 ദിവസത്തെ ഒരു എക്സ്പീരിയൻസ്, സംഘാടനം? ഇന്നിപ്പോ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ചെറിയൊരു വിഷമം ഉണ്ടാവും. ഉറപ്പായിട്ടും വിഷമമുണ്ട്. കാരണം കഴിഞ്ഞ 5 ദിവസം നമ്മൾ കളർഫുൾ ആയിട്ട് അടിച്ചു പൊളിക്കുകയായിരുന്നു. നിങ്ങളെല്ലാവരും കോഴിക്കോട് നിന്ന് ഇവിടെ എത്തിയിരുന്നു, മറ്റു ജില്ലകളിൽ നിന്ന് എത്തിയിരുന്നു. തൃശ്ശൂരിൻ്റെ ഒരു വൈബ് പൂരത്തിൽ നിന്ന് മാറി ഒരു യങ് വൈബായി മാറിയിരുന്നു. കാരണം ചെറിയ കുട്ടികൾ, അവരുമായിട്ടുള്ള സംഭാഷണങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളിയായിരുന്നു. അതിന്ന് പോവുകയാണെന്നുള്ളത് സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെയാണല്ലോ കാര്യങ്ങൾ. ഇന്നും നമുക്ക് കലയുടെ ചില മേമ്പൊടികളൊക്കെ ഉണ്ട് എന്ന് പറയാം. ഇന്ന് 8 മത്സരങ്ങളുണ്ട്, വളരെ നിർണായകമായ 8 മത്സരങ്ങൾ. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച 8 മത്സരങ്ങൾ നമ്മുടെ ഈ പോയിന്റ് നില എങ്ങനെയും മാറ്റി മറിക്കോ? വളരെ ചെറിയ വ്യത്യാസമാണ് നിലവിൽ പോയിന്റ് നിലയിലുള്ള കാര്യം നമ്മൾ മറക്കരുത്. കാരണം 7 പോയിന്റിനാണ് കണ്ണൂർ മുന്നിലുള്ളത്. വ്യത്യാസം 2ാം സ്ഥാനത്തുള്ള തൃശ്ശൂർ പോയിന്റ് നില നോക്കുമ്പോൾ 7 വ്യത്യാസമുണ്ട്. കണ്ണൂർ 990, തൃശ്ശൂർ 983, പാലക്കാട് 982. അതെ അതെ അതെ. അപ്പോൾ ഇതിൽ വലിയ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നാൽ, ജില്ലാ ലിസ്റ്റിൽ മറിഞ്ഞാൽ അവസാന നിമിഷം എന്തെങ്കിലും സർപ്രൈസ് വരുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ആദ്യത്തെ ഒരു 3-4 ഇവന്റിന്റെ റിസൾട്ടുകൾ ആശ്രയിച്ചിരിക്കും കണ്ണൂരിന്റെ അപ്രമാദിത്യം തുടരുമോ ഇല്ലയോ എന്ന് പറയാം. പക്ഷേ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള ഫൈറ്റ് വളരെ കട്ട ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക 2ാം സ്ഥാനത്തിന്. അപ്പൊ ഇന്ന് മത്സരങ്ങൾ 8 എണ്ണം ഉണ്ട്. എന്തൊക്കെ സംഭവിക്കുന്നത്? സമാപന സമ്മേളനമാണ് നട്രാജ് ഇനി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ലാലേട്ടൻ വരുന്നു എന്നുള്ളതാണ് പ്രധാന. ലാലേട്ടൻ വരുമോ ഇല്ലയോ? ലാലേട്ടൻ വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൽ പ്രസക്തി ഉണ്ടോ? ഉറപ്പായിട്ട് വരും. കഴിഞ്ഞ തവണയും കണ്ട് ഒരു തവണ മോഹൻലാലാണോന്ന് എനിക്കല്ല, കഴിഞ്ഞ തവണത്തെ മത്സരത്തിന് ആരോ ഒന്ന് വരുന്നോട്ട് അവസാന നിമിഷം വന്നില്ല. അതുകൊണ്ട് എനിക്കൊരു ആശങ്കയില്ലാതില്ല. സംഘാടക സമിതിക്കോ എനിക്കോ ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ നമ്മുടെ ലാലേട്ടനെ കാണാൻ കൂടെ തൃശ്ശൂർ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് വൈകിട്ടത്തെ സമാപന സമ്മേളനം, എന്തൊക്കെയാണ് പരിപാടി? വളരെ കളർഫുൾ ആയ ഒരു സമാപന സമ്മേളനമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണെങ്കിൽ ഇത്തവണ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തുന്നത് നമ്മുടെ നടന വിസ്മയം മോഹൻലാലാണ്. അദ്ദേഹവും പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും ചേർന്നായിരിക്കും ഇത്തവണ സ്വർണ്ണക്കപ്പ് 117.5 പവൻ. അതാണ്, അതിൽ കണ്ടുവെച്ചാണ് ഈ ഘടകപൂരകങ്ങൾ കൊണ്ട് എത്തിയത് കേട്ടോ. അതങ്ങോട്ട് കൊണ്ടുപോകും. സ്വർണ്ണക്കപ്പ് കൊടുക്കുന്നത് മോഹൻലാലും പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ചേർന്നാണ്. വൈകിട്ട് 4 മണിക്ക് തന്നെ ഈ പരിപാടി തുടങ്ങുമെന്നാണ് ഇന്നലെ വൈകുന്നേരം പത്രസമ്മേളനം നടത്തിയ മന്ത്രി K രാജൻ, സംഘാടക സമിതി ചെയർമാൻ കൂടിയാണ്, അദ്ദേഹം അറിയിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി മത്സരങ്ങൾ അവസാനിപ്പിക്കാനും ഫൈനൽ ടാബുലേഷൻസ് 1 മണി മുതൽ 3 മണിക്കിടയിൽ നടത്താനും 4 മണിക്ക് കൃത്യസമയത്ത് ഈ സമ്മേളനം നടത്താനുമാണ് ഉദ്ദേശിക്കുന്നത്. നിയമസഭാ സ്പീക്കർ AN ഷംസ്കീർ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം മുഖ്യ പ്രഭാഷണം നടത്തും. മന്ത്രിമാരായ MP രാജേഷ്, R ബിന്ദു തുടങ്ങി നിരവധി പേരും സാംസ്കാരിക പ്രമുഖരും ഒക്കെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് നടരാജ്, എത്ര മണിയോടുകൂടെ നമുക്ക് ആര് ഈ കപ്പ് ഉയർത്തുമെന്ന് അറിയാൻ പറ്റും? അത് നമുക്കൊരു 1 മണി 1:30 കൂടി തന്നെ അറിയേണ്ടതാണ്. ഔപചാരികമായി പറയാൻ കുറച്ചുകൂടി സമയം എടുക്കുമെങ്കിലും അതിനുള്ളിൽ തന്നെ തീരുമാനമാവും, വ്യക്തമാവേണ്ടതാണ്. അതെ അതെ. പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് കളർഫുൾ ആയിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടോ? കളർഫുൾ മത്സരങ്ങളുണ്ട്. പ്രധാനമായി 8 മത്സരങ്ങളാണുള്ളത്. നാടോട് നൃത്തമുണ്ട്. അതിനുശേഷമുള്ളത് HS വിഭാഗത്തിന്റെ കുച്ചിപ്പുടി മത്സരമാണ്. പിന്നെ 3ാം വേദിയിൽ നമുക്കുള്ളത് HS വിഭാഗം വഞ്ചിപ്പാട്ടുണ്ട്. വഞ്ചിപ്പാട്ട് ഇഷ്ടമുള്ളവർക്ക് അവിടെ പോകാം. സംഘഗാനം ഉറുദു ഇന്ന് മത്സരമുണ്ട്. അതുപോലെ തന്നെ കഥകളി സംഗീതത്തിന്റെ മത്സരം ഇന്ന് കനകാംബരം
എന്ന വേദിയിൽ നടക്കും. അതുപോലെ തന്നെ ശാസ്ത്രീയ സംഗീതം, നാദസ്വരം, പിന്നെ വയലിൻ, ഈ മത്സരങ്ങളാണ് ഇന്നുള്ളത്. ചിലത് ഇൻഡിവിജ്വൽ ഇവൻറ്റ്സ് കൂടിയാണ്. എന്തായാലും ഉച്ചയോടുകൂടി തന്നെ ഈ ഇവൻറ്റുകളൊക്കെ പൂർത്തിയായി റിസൾട്ട് ഏതാണ്ട് ധാരണയാവും. 4 മണിക്ക് പ്രഖ്യാപനം ഉണ്ടാവും. ഞാൻ പറഞ്ഞു മറക്കണ്ട, 117.5 പവൻ. 117 അതിനാണ് കളി മുഴുവൻ. 117.5 പവൻ. 117.5 പവൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാരമേളയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം വേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എല്ലാ സ്വർണ്ണവും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. നട്ടുവിനെ പോലെ, നട്ടരാജിനെ പോലെയുള്ള തൃശ്ശൂരുകാർക്ക് മുഴുവൻ കഴിഞ്ഞ ഒരു 5-6 ദിവസം അവരൊരു പ്രത്യേക തരം ലഹരിയായിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് നാടാണെങ്കിൽ കൂടിയും പല നാടുകളിൽ നിന്നുള്ള മക്കൾ വരുന്നു, അവരുടെ രക്ഷിതാക്കൾ, അധ്യാപകർ, അങ്ങനെ ഒരു വല്ലാത്ത ബഹളമയമായ മണിക്കൂറുകളായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പോകുമ്പോൾ തീർച്ചയായും നട്ടരാജിനെ പോലെ തൃശ്ശൂരുകാർക്ക് മുഴുവൻ താങ്ക് യു നട്ടരാജ്.